ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. കമ്പനി ബോർഡ് അടുത്ത് വരികയാണ്. 2 മാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കരുത്. കിട്ടാവുന്നത്ര സമയം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, VFA, ബെവ്കോ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇന്ന് PYQ സെക്ഷനാണേ. ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തീർത്തിട്ടുണ്ടായിരുന്നു. 4 ഭാഗങ്ങളിലായിട്ടാണ് ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് മുൻകാല ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യനെ, ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? പറയാമോ? ഏതാ? ഉപ്പാണല്ലേ. ഉപ്പ് എന്ന കൃതിക്കാണ് ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഏത് കവിതാ സമാഹാരത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്? അറിയാമോ? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ONV കുറുപ്പിന്റെ ഏത് കവിതാ സമാഹാരത്തിനാണ്? അത് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിനാണ്. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് എന്ത് അവാർഡാണ് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി. ഓക്കെ. ഈ അദ്ദേഹം കവിതകൾ ആദ്യകാലത്തൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് ഏത് തൂലികാനാമത്തിലാണ്? ആദ്യകാലത്ത് ONV കുറുപ്പ് കവിതകൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലാ? ബാലമുരളി. അപ്പൊ ബാലമുരളി എന്ന് പറയുന്നത് ONVയുടെ തൂലികാനാമമാണെന്ന് ഓർക്കുക. ഓക്കെ. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാടാ? ഇമ്പോർട്ടൻ്റ് ആണ്. ONV കുറുപ്പിന്റെ ആത്മകഥ ഏതാണ്? പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. ഓക്കെ. അപ്പോൾ ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉപ്പാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയ കവിതാ സമാഹാരം എന്ന് പറയുന്നത് അക്ഷരമാണ്. ബാലമുരളി എന്നത് അദ്ദേഹത്തിന്റെ തൂലികാനാമമാണെന്ന് ഓർക്കുക. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഇത്ര ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഓഡിയോമീറ്റർ ആണോ, ഓഡോമീറ്റർ ആണോ, ഓഡിയോ ഫോൺ ആണോ, ഓസിലോസ്കോപ്പ് ആണോ? ഏതാടാ കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം? ഓഡിയോമീറ്റർ ആണല്ലേ. ഓഡിയോമീറ്റർ ആണ്. അപ്പൊ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്താ? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് ആണ് അല്ലേ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വസ്റ്റിക്സ് എന്നാണ്. മനുഷ്യരിൽ കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദ പരിധി എന്ന് പറയുന്നത് എത്ര ഡെസിബലിന് മുകളിലാണ്? എത്ര ഡെസിബലിന് മുകളിലാണ് കേൾവിക്ക് തകരാറുണ്ടാക്കുന്നത്? 120 ഡെസിബലിന് കൂടുതലാണെങ്കിൽ നമ്മുടെ ചെവിക്ക് അത് തകരാറുണ്ടാക്കും. ഓക്കെ അല്ലേ. അപ്പം മനുഷ്യന്റെ ശ്രവണപരിധി PSC പരീക്ഷകളിൽ നിറസാന്നിധ്യമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും അല്ലെങ്കിൽ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കാണ് അല്ലേ. അപ്പോൾ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കാണ് ആരുടെ? മനുഷ്യന്റെ ശ്രവണപരിധി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ആന, തിമിംഗലം, ജിറാഫ് എന്നീ ജീവികൾക്ക് ഏത് തരം തരംഗങ്ങളാണ് കേൾക്കാനും പുറപ്പെടുവിക്കാനും കഴിയുന്നത്? ഇൻഫ്രാസോണിക് അല്ലെ. ഇൻഫ്രാസോണിക് തരംഗങ്ങൾ കേൾക്കാനും പുറപ്പെടുവിക്കാനും കഴിവുള്ള ജീവികളാണ് ഏത്? ആനയും തിമിംഗലവും ജിറാഫും എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അറിയാവുന്ന പോയിന്റ്സ് തന്നെയായിരുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ആൻസർ കിട്ടിയോ? ഏതാടാ? അത് അരുണാചൽ പ്രദേശാണ് അല്ലേ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാ? അരുണാചൽ പ്രദേശിലാണ്. ബോട്ടാണിസ്റ്റുകളുടെ പറുദീസ, ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാ? അരുണാചൽ പ്രദേശാണ്. എന്തൊക്കെയാണ്? ബോട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നും ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അങ്ങനെയാണെങ്കിൽ സാന്ദ്രത കുറവ് അരുണാചൽ പ്രദേശ് ആണെങ്കിൽ സാന്ദ്രത കൂടിയത് എവിടെയാ? ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാലോ അത് ബീഹാറാണ്. പഠിച്ചു വെക്കണേ. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ഓക്കെ. ഇനി ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഡൽഹിയാണ് ജനസാന്ദ്രത കൂടിയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം. എടാ ഇങ്ങനെ ചോദിക്കും, അരുണാചൽ പ്രദേശിലെ ഒരു കൃഷിരീതി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അരുണാചൽ പ്രദേശിലെ കൃഷിരീതി ജൂമിങ് എന്നാണ് അല്ലെ. ജൂമിങ് എന്ന് പറയുന്ന ഒരു കൃഷിരീതിയാണ്. എവിടത്തെ കൃഷിരീതിയാണ്? അരുണാചൽ പ്രദേശിലെ കൃഷിരീതിയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു അരുണാചൽ പ്രദേശിനെ കുറിച്ച്? ബൊട്ടാണിസ്റ്റുകളുടെ നാട്,
ഇന്ത്യയിലെ ബൊട്ടാണിസ്റ്റുകളുടെ പറദീസ, ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജനസാന്ദ്രത കൂടുതൽ? ഡൽഹിയാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ജൂമിങ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? അരുണാചൽ പ്രദേശിലെ കൃഷി രീതിയാണ് ജൂമിങ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഹോക്കി മാന്ത്രികൻ എല്ലാവർക്കും കിട്ടിക്കാണും ആൻസർ. ആരാണത്? ധ്യാൻ ചന്ദ് ആണല്ലേ. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ധ്യാൻ ചന്ദ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 അല്ലേ. ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? അത് ഈ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് അല്ലേ. ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണടാ? പറയാമോ? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത വെയ്റ്റിംഗ് ലിഫ്റ്റിൽ അല്ലേ. ലിഫ്റ്റിംഗ് ആണ് അത്. കർണം മല്ലേശ്വരിയാണ് അല്ലേ. കർണം മല്ലേശ്വരി വെയ്റ്റിംഗ് ലിഫ്റ്റിംഗ് താരമാണ്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓർക്കുക, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത PT ഉഷയാണ് അല്ലേ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആദ്യ വനിത ആരാണ്? അത് PT ഉഷയാണ്. നമുക്കറിയാം പയ്യോളി എക്സ്പ്രസ്, സ്പ്രിന്റ് റാണി അല്ലേ എന്നൊക്കെ അറിയപ്പെടുന്ന കായിക താരം ആരാണ്? PT ഉഷയാണ്. ഗോൾഡൻ ഗേൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? PT ഉഷയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കൃതി പറയും, അത് ആരുടെയാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. റൺസ് ആൻഡ് റൺസ് എന്ന കൃതി ആരാ രചിച്ചത്? പറയാമോ? റൺസ് ആൻഡ് റൺസ് എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുനിൽ ഗവാസ്കർ ആണ് അല്ലേ. സുനിൽ ഗവാസ്കർ ആണ്. റൺസ് ആൻഡ് റൺസ് എന്ന കൃതി രചിച്ചത് ആരാണ്? സുനിൽ ഗവാസ്കർ ആണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 നമ്മുടെ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമായ കർണം മല്ലേശ്വരി എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആര്? PT ഉഷ. PT ഉഷയുടെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ഗോൾഡൻ ഗേള്, പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? PT ഉഷയാണ്. അതുപോലെ സുനിൽ ഗവാസ്കറിന്റെ ഒരു കൃതി നമ്മൾ പഠിച്ചു. ഏതാണ് പഠിച്ചത്? റൺസ് ആൻഡ് റൺസ് അല്ലേ. റൺസ് ആൻഡ് റൺസ് എന്ന കൃതി ആരുടെയാണ്? സുനിൽ ഗവാസ്കറിന്റെയാണ്. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യാന്തര ദിനാങ്ക രേഖയുടെ ഇരുവശവും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? പറയാമോ? രാജ്യാന്തര ദിനാങ്ക രേഖയുടെ ഇരുവശവും തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് കേട്ടോ. 24 മണിക്കൂറാണ്. നമുക്കറിയാം 0 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പ്രൈം മെറീഡിയൻ എന്നല്ലേ. 0 ഡിഗ്രി രേഖാംശ രേഖയായ ഈ പ്രൈം മെറീഡിയന് നേരെ മറുവശത്തുള്ള 180 ഡിഗ്രി രേഖാംശയാണ് രാജ്യാന്തര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യാന്തര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് എവിടെയാ? നമ്മുടെ പ്രൈം മെറീഡിയന് നേരെ മറുവശത്തുള്ള 180 ഡിഗ്രി രേഖാംശ രേഖയാണെന്ന് ഓർക്കുക. ഓക്കെ, അതായത് എങ്ങനെ പറയാം നമുക്ക്? ഗ്രീനിച്ചിൽ നിന്ന് 180 ഡിഗ്രി അകലെ ഉള്ള രേഖാംശ രേഖയാണിത്. മനസ്സിലായോ? ഗ്രീനിച്ചിൽ നിന്ന് എത്രയാണ്? 180 ഡിഗ്രി അകലെയുള്ള രേഖാംശ രേഖയാണിത്. ഓക്കെ, ഒരു ദിവസത്തെ തൊട്ടടുത്ത ദിവസത്തിൽ നിന്ന് വേർതിരിക്കുന്ന നിർണായക രേഖയാണ് ഏതെന്ന് പറയുന്നത്? രാജ്യാന്തര ദിനാങ്ക രേഖ. എന്താണ്? ഒരു ദിവസത്തെ തൊട്ടടുത്ത ദിവസത്തിൽ നിന്ന് വേർതിരിക്കുന്ന നിർണായക രേഖ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? രാജ്യാന്തര ദിനാങ്ക രേഖയാണ്. ഓക്കെ, രാജ്യാന്തര ദിനാങ്ക രേഖയുടെ ഇരുവശവും തമ്മിലുള്ള സമയ വ്യത്യാസം നമ്മൾ പറഞ്ഞു. എത്രയാണ്? രാജ്യാന്തര ദിനാങ്ക രേഖയുടെ ഇരുവശവും തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാണ്. ഓർത്ത് വെച്ചേക്കണം. രാജ്യാന്തര ദിനാങ്ക രേഖ ഏതെങ്കിലും ഒരു രാജ്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ രാജ്യത്തെ തൊട്ടടുത്ത സ്ഥലങ്ങൾ തമ്മിൽ ഒരു ദിവസത്തെ സമയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ രാജ്യാന്തര ദിനാങ്ക രേഖ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു രാജ്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവിടെ എന്താ പ്രത്യേകത? ആ രാജ്യത്തുള്ള തൊട്ടടുത്ത സ്ഥലങ്ങൾ തമ്മിൽ ഒരു ദിവസത്തെ എന്തുണ്ടാകും? സമയ വ്യത്യാസം ഉണ്ടാകും. ഇത് പരിഹരിക്കാനായിട്ട് കരയെ സ്പർശിക്കാതെ പസഫിക് സമുദ്രത്തിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന രേഖയായാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കരയെ സ്പർശിക്കാതെ
പസഫിക് സമുദ്രത്തിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന രേഖയായിട്ടാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഗ്രീനിച്ചിൽ നിന്ന് 180 ഡിഗ്രി കിഴക്ക് ഭാഗം ഗ്രീനിച്ചിൽ നിന്ന് 12 മണിക്കൂർ മുന്നിലും ഗ്രീനിച്ചിൽ നിന്ന് 180 ഡിഗ്രി പടിഞ്ഞാറ് ഭാഗം ഗ്രീനിച്ചിൽ നിന്ന് 12 മണിക്കൂർ പിന്നിലുമായിരിക്കും. പഠിച്ചു വയ്ക്കണേ, ഗ്രീനിച്ചിൽ നിന്ന് 180 ഡിഗ്രി കിഴക്കെന്ന് പറയുമ്പോൾ ഗ്രീനിച്ചിൽ നിന്ന് എത്ര മണിക്കൂറാ? 12 മണിക്കൂർ മുന്നിലായിരിക്കും. ഗ്രീനിച്ചിൽ നിന്ന് 180 ഡിഗ്രി പടിഞ്ഞാറാണെങ്കിലോ ഗ്രീനിച്ചിൽ നിന്ന് 12 മണിക്കൂർ പിന്നിലുമായിരിക്കും. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ 180 ഡിഗ്രി രേഖാംശ രേഖയായ രാജ്യാന്തര ദിനാങ്ക രേഖ മുറിച്ചു കിടക്കുന്നയാള് 24 മണിക്കൂർ മുന്നിലേക്കോ പിന്നിലേക്കോ പോകും. മനസ്സിലായോ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് മുറിച്ചു കിടക്കുന്നതെങ്കിൽ ഒരു ദിവസം കൂട്ടിയും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് മുറിച്ചു കിടക്കുന്നതെങ്കിൽ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കാം. മനസ്സിലായോ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് മുറിച്ചു കിടക്കുന്നതെങ്കിൽ ഒരു ദിവസം കൂട്ടി, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെങ്കിൽ ഒരു ദിവസം കുറച്ച്. ഓക്കെ അല്ലേ? അമേരിക്കയെയും റഷ്യയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് അറിയാലോ? അമേരിക്കയും റഷ്യയും വേർതിരിക്കുന്ന കടലിടുക്കായ ബെറിങ് കടലിടുക്കിലൂടെ രാജ്യാന്തര ദിനാങ്ക രേഖ കടന്നു പോകും. അപ്പോൾ രാജ്യാന്തര ദിനാങ്ക രേഖ കിടന്നു പോകുന്നത് ബെറിങ് കടലിടുക്കിലൂടെയാണ് കേട്ടോ. ഫിജി, ടോങ്ക ദ്വീപുകൾക്ക് സമീപത്ത് കൂടിയും കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഫിജി, ടോങ്ക ദ്വീപുകൾക്ക് സമീപത്ത് കൂടി ഇത് കടന്നു പോകുന്നുണ്ട്. ലോകത്തെ ഏതെങ്കിലും 2 രാജ്യങ്ങളുടെ അതിർത്തികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ സമയവ്യത്യാസമുള്ളത് ഏതാണെന്നറിയാമോ? അത് വാഖൻ ഇടനാഴിയാണ്. ലോകത്തെ ഏതെങ്കിലും 2 രാജ്യങ്ങളുടെ അതിർത്തികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ സമയവ്യത്യാസം ഉള്ളത് എവിടെയാണ്? വാഖൻ ഇടനാഴിയിലാണ്. അഫ്ഗാനിസ്ഥാനിലാണിത്. അഫ്ഗാനിസ്ഥാനിലെ വാഖൻ ഇടനാഴിയും ഒരു വേലിക്കെട്ടിനപ്പുറത്തുള്ള ചൈനീസ് പ്രദേശങ്ങളും തമ്മിൽ എത്ര മണിക്കൂർ വ്യത്യാസമുള്ളത്? 3.5 മണിക്കൂർ സമയവ്യത്യാസമുള്ളത് അഫ്ഗാനിസ്ഥാനിലെ. ഓർക്കണം, വാഖൻ ഇടനാഴിയും ഒരു വേലിക്കെട്ടിനപ്പുറത്തുള്ള ചൈനീസ് പ്രദേശങ്ങളും തമ്മിൽ 3.5 മണിക്കൂറിൻ്റെ സമയവ്യത്യാസമാണ്. ഓക്കെ, വടക്ക് താജിക്കിസ്ഥാനും തെക്ക് പാകിസ്ഥാനും കിഴക്ക് ചൈനയുമാണ് വാഖൻ ഇടനാഴിയുടെ അതിരെന്ന് പറയുന്നത്. വാഖൻ ഇടനാഴി നമ്മൾ പറഞ്ഞു. എന്താണ് വാഖൻ ഇടനാഴി? ലോകത്തെ ഏതെങ്കിലും 2 രാജ്യങ്ങളുടെ അതിർത്തികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ സമയവ്യത്യാസമുള്ളത് വാഖൻ ഇടനാഴിയിലാണെന്ന് പറഞ്ഞു. ഈ വാഖൻ ഇടനാഴിയുടെ അതിരുകളാണ് വടക്ക് താജിക്കിസ്ഥാൻ, തെക്ക് പാകിസ്ഥാൻ, കിഴക്ക് ചൈന. വടക്ക് താജിക്കിസ്ഥാൻ, തെക്ക് പാകിസ്ഥാൻ, കിഴക്ക് ചൈന. ഓക്കെ അല്ലേ? ഭൂമിയിൽ നമുക്ക് അറിയാം ആകെ 24 സമയമേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഭൂമിയെ ആകെ 24 സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു. ഒരു സമയമേഖലയിൽപ്പെട്ട എല്ലാ പ്രദേശത്തും ഒരേ സമയമായിരിക്കും. അതായത് ഒരു സമയമേഖലയിൽപ്പെട്ട എല്ലാ പ്രദേശത്തിലും എങ്ങനെയായിരിക്കും? ഒരേ സമയമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമയരേഖകൾ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാന്നറിയാമോ? സ്കോട്ടിഷ് കനേഡിയൻ എഞ്ചിനീയറായ സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ് കേട്ടോ. സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ് സമയമേഖലകൾ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. സ്കോട്ടിഷ് കനേഡിയൻ എഞ്ചിനീയർ ആയിരുന്ന സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ് സമയമേഖലകൾ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിൽ എത്രയാ സമയമേഖലയുള്ളത്? നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു സമയമേഖലയേ ഉള്ളൂ. ഓക്കെ അല്ലേ? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാജ്യാന്തര ദിനാങ്ക രേഖയുടെ ഇരുവശവും തമ്മിലുള്ള സമയവ്യത്യാസം എന്ന് പറയുന്നത് 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏത്? ഇന്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? പറയാമോ? ഇന്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ഇന്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? പറയാമോ? ഓപ്ഷൻ തരാം. ജിമെയിൽ, SMTP, ഗൂഗിൾ, HTTP. ഇതിനകത്ത് ഏതാണ്? പറഞ്ഞേ. ജിമെയിൽ ആണോ, SMTP ആണോ, ഗൂഗിൾ ആണോ, HTTP ആണോ? ഏതാണ്? SMTP ആണ് കേട്ടോ. SMTP ആണ്. അപ്പോൾ ഇന്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് SMTP ആണെന്ന് ഓർക്കണേ. SMTP. നെറ്റ്വർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാ? നെറ്റ്വർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് TCP അല്ലെങ്കിൽ IP കേട്ടോ. TCP അല്ലെങ്കിൽ IP ആണ് നെറ്റ്വർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോള് പോപ്പും ഉണ്ട്, ഇമാപ്പും ഉണ്ട് കേട്ടോ. IMAP, ഇമാപ്പ്. ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് പോപ്പും ഇമാപ്പും. ഓക്കെ, വെബ് സെർവറും വെബ് ബ്രൗസറും തമ്മിലുള്ള വിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഏത് പ്രോട്ടോകോളാ? അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. HTTP ആണ് കേട്ടോ. വെബ് സെർവറും വെബ് ബ്രൗസറും തമ്മിലുള്ള വിനിമയത്തിന് ഉപയോഗിക്കുന്നത് HTTP ആണ്. ഓക്കെ, ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് FTP എന്ന് പറയുന്നത്.
ഒന്നുകൂടെ പറയാം. ഇൻ്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് പറഞ്ഞു? SMTP ആണ്. നെറ്റ്വർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് TCP അല്ലെങ്കിൽ IP എന്ന് പറയുന്നത്. ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് POP അല്ലെങ്കിൽ IMAP എന്ന് പറയുന്നത്. വെബ് സെർവറും വെബ് ബ്രൗസറും തമ്മിലുള്ള വിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഏത് പ്രോട്ടോകോളാണ്? HTTP ആണ്. ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോള് FTP ആണ്. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? PSCയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എപ്പോഴും ചോദിക്കുന്നതാണ്. അറിയാലോ നിങ്ങൾക്ക്, എവിടെയാണ്? കാസർഗോഡാണ് അല്ലേ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് അല്ലേ. ഇതിൽ ചുരുക്കപ്പേര് നമുക്ക് എങ്ങനെ പറയാം? ഈ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ചുരുക്കപ്പേരാണ് CPCRI അല്ലേ, CPCRI എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1970 മുതൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നു. 1970 മുതലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിൽ ഈ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. ഓക്കെ, ഈ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പ്രധാനമായിട്ടും ഗവേഷണം നടത്തുന്നത് നാളികേരം, അടയ്ക്ക, കൊക്കോ. ഏതൊക്കെയാണ്? നാളികേരം, അടയ്ക്ക, കൊക്കോ എന്നീ വിളകളുടെ ഗവേഷണമാണെന്ന് ഓർക്കുക കേട്ടോ. നാളികേരം, അടയ്ക്ക, കൊക്കോ എന്നീ വിളകളുടെ ഗവേഷണമാണ് പ്രധാനമായിട്ടും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നടത്തുന്നത്. ഓക്കെ അല്ലേ, കിട്ടിയോ? അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ഇത് ചെറിയ ക്ലാസ് ആയിരുന്നു, ഒത്തിരി ആയാലും നിങ്ങൾക്ക് പാടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോയുടെ ലെങ്ത് കുറവല്ലേ, അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമ്മളങ്ങ് പറഞ്ഞു പോവുമല്ല, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.